60,000 രൂപയുടെ താഴെ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, കോഡിംഗ്, ഗെയിമിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്സ് ആയിരിക്കും ഇത്. ഈ പറയുന്ന എല്ലാ ലാപ്ടോപ്സിലും മിനിമം i5 10th ജനറേഷൻ പ്രോസസർ, 8GB RAM, 4GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ്, SSD സ്റ്റോറേജ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ഈ ലാപ്ടോപ്സ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പുതിയ ലോഗോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത് എൻ്റെ ഫ്രണ്ട് ഷാമിലാണ്. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. നല്ല രീതിയിലുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നൊരു പേജാണിത്. നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ഡിസൈനിങ് വർക്ക്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ലാപ്ടോപ്പാണ് Acer Aspire 7. 15.6 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ലാപ്ടോപ്പിന് രണ്ട് പ്രോസസർ വേരിയൻസ് വരുന്നുണ്ട്. ഒന്ന് i5 10th ജനറേഷൻ പ്രോസസർ വരുന്നതും അതുപോലെ Ryzen 5 5500U എന്ന പ്രോസസർ വരുന്ന രണ്ട് മോഡൽസ് ആണ് ഇതിൽ വരുന്നത്. 8GB RAM വരുന്നുണ്ട്, 512GBയുടെ ഫാസ്റ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. GTX 1650 4GB ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രാഫിക്സ് പെർഫോമൻസ് നമുക്ക് കിട്ടും. i5 10th ജനറേഷനും 1650 ഗ്രാഫിക്സ് കാർഡും വരുന്ന സമയത്ത് നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസും അതുപോലെ ഗെയിമിംഗ് പെർഫോമൻസും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. 2.15 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 3 സെൽ ബാറ്ററിയാണ് വരുന്നത്. ഏകദേശം 9 hours ബാറ്ററി ലൈഫാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് കമ്പനി പറയുന്നത്. അടുത്ത ലാപ്ടോപ്പാണ് MSI G53 Thin. ഈ ലാപ്ടോപ്പിനും രണ്ട് വേരിയൻസ് വരുന്നുണ്ട്. 15.6 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഒരു മോഡലിന് സാധാരണ 60 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ വേറൊരു വേരിയൻറ്റ് വരുന്നത് 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു മോഡലാണ്. നിങ്ങൾ കൂടുതൽ ഗെയിമിംഗ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ, നല്ല ഹൈ റിഫ്രഷ് റേറ്റിൽ ഗെയിം പ്ലേ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു 144 Hz ഡിസ്പ്ലേ ഉള്ള മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. i5 10th ജനറേഷനാണ് പ്രോസസർ വരുന്നത്. 8GB RAM, അതുപോലെ ഇതിൽ 1TB HDDയും അതിൻ്റെ കൂടെ തന്നെ 256GB SSD കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റോറേജും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു SSD സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ഈ ഒരു നമ്മൾ ലിസ്റ്റിൽ പറയുന്നതിൽ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്ന ഒരേ ഒരു ലാപ്ടോപ്പ് ഇതാണ്. അതുകൊണ്ട് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് ആണ്. GTX 1650 Max Q ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏസറിൻ്റെ ലാപ്ടോപ്പിൽ വരുന്ന 1650 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലാപ്ടോപ്പിൽ വരുന്ന 1650 Max Q പെർഫോമൻസ് കുറച്ചുകൂടെ കൂടിയ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. രണ്ട് വേരിയൻ്റ് ഈ ലാപ്ടോപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 144 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്ന ആ ഒരു മോഡലിലെ ഗ്രാഫിക്സ് കാർഡ് ഡിഫറൻ്റ് ആണ്. RTX 3050 ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടും. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് വരുന്ന മോഡലാണിത്. ഈ ഒരു മോഡലിന് ചിലപ്പോൾ 60,000 റുപ്പീസിൻ്റെ പ്രൈസിൻ്റെ കുറച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ചില ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 60,000 റുപ്പീസിൻ്റെ താഴെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. 1.86 kg മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 3 സെൽ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഡിസ്പ്ലേയിലെ റിഫ്രഷ് റേറ്റും ഗ്രാഫിക്സ് കാർഡും മാത്രമാണ് ഈ രണ്ട് മോഡൽസ് തമ്മിലുള്ള വ്യത്യാസം. വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് ഈ ലാപ്ടോപ്സ് മോഡൽസിൽ കാണാൻ കഴിയില്ല. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളതും ഒരു MSI ലാപ്ടോപ്പാണ്. MSI Bravo എന്ന ലാപ്ടോപ്പാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇതിലും 16.5 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. Ryzen 5 5600H ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. കുറച്ചുകൂടെ ഹൈ പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ്. 8GB RAM ആണ് വരുന്നത്. 512GB SSD. ഇതിൽ GTX സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡല്ല, AMDയുടെ Radeon RX 5500M എന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇതിൽ വരുന്നത്. ഇതും നല്ല ഹൈ പെർഫോമൻസ് തരുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. 2.35 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 3 സെൽ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പലർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഡെല്ലിൻ്റെ ഒരു ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ലാപ്ടോപ്പാണ് ഡെൽ G15. ഇതിൽ 15.6 ഇഞ്ചസിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. i5 10th ജനറേഷൻ പ്രോസസർ, 8GB RAM, 512GBയുടെ SSD ആണ് വരുന്നത്. GTX 1650 ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. 2.4 kg ആണ് വെയിറ്റ് വരുന്നത്. 3 സെൽ ബാറ്ററിയാണ് വരുന്നത്. അപ് ടു 10 hours ആണ് ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് കമ്പനി പറയുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ ലാപ്ടോപ്സ് ആയിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നും ഈ ലാപ്ടോപ്പിൽ വരുന്നില്ല. പക്ഷേ ഡെൽ എന്ന കമ്പനിയുടെ ലാപ്ടോപ്പാണ്. ഡെല്ല് പലർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പനിയാണ്. അതുപോലെ നല്ല ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണ് ഡെല്ല്. ഇങ്ങനെ ഒരു ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പും സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു ലിസ്റ്റ് നമ്മൾ റാങ്ക് ബേസിലൊന്നും അല്ല പറഞ്ഞത്. ജസ്റ്റ് എല്ലാ ലാപ്ടോപ്സും നല്ല ലാപ്ടോപ്പാണ്. ഓരോ
ഓരോന്നിനും അതിൻ്റേതായ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ടാവും. ചില ലാപ്ടോപ്സിന് ഗ്രാഫിക്സ് കാർഡ് കുറച്ചുകൂടെ നല്ലതായിരിക്കും, ചിലതിന് സ്റ്റോറേജ് ആയിരിക്കും നല്ലത്. എന്തൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.